സിനിമ ബാക്ക്ഗ്രൗണ്ടുമായി യാതൊരു കണക്ഷനും ഇല്ലാതിരുന്ന ഒരു സാധാരണക്കാരൻ, ഒരു 9 to 5 ജോബിൽ സ്റ്റക്കായി നിന്നിരുന്ന, സിനിമയെ സ്വപ്നം കാണുന്നത് പോലും തനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇന്ന് മലയാളം സിനിമയിലെ യങ്സ്റ്റേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയി മാറിയത്? ഇന്ന് അദ്ദേഹത്തിന് സ്വന്തമായി ഒരു സോളോ ലീഡിൽ 100 കോടി ക്ലബിൽ കയറിയ സിനിമയും 5 100 കോടി സിനിമകളുടെ ഭാഗവും 2 200 കോടി ക്ലബ്ബ് സിനിമകളുടെ ഭാഗമാവാനും സാധിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു സ്റ്റാർഡം എങ്ങനെയാണ് ടൊവിനോ അച്ചീവ് ചെയ്തതെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ടൊവിനോ തോമസ് മൂവി ഏതാണെന്നൊന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ 20s നിന്നും തന്നെ ആരംഭിക്കാം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ടൊവിനോ എഞ്ചിനീയറിംഗ് ഫീൽഡിലെ പ്രഷർ താങ്ങാൻ കഴിയാതെ ഇത് തനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്ന് മനസ്സിലാക്കി ജോലി റിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. എന്നിട്ട് ഇത് വൈഫിനോടെല്ലാം പറഞ്ഞ് വൈഫിന്റെ സപ്പോർട്ടോടുകൂടി വീട്ടുകാരെയും കൺവിൻസ് ചെയ്തുകൊണ്ട് ജോലിയിൽ നിന്നും 1 വർഷം ബ്രേക്ക് എടുത്തു. എങ്ങനെയെങ്കിലും ഒരു നടനാവണം എന്നതായിരുന്നു അന്നത്തെ ആളുടെ ആഗ്രഹം. ടൊവിനോയുടെ പേരൻസ് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ 1 വർഷം സമയവും ആൾക്ക് കൊടുത്തു. അങ്ങനെ ആദ്യം കൊച്ചിയിലേക്ക് പോയി. അവിടെ വർക്ക് ചെയ്തിരുന്ന ചേട്ടൻ്റെ കൂടെ താമസിച്ച് സിനിമയിൽ ചാൻസ് അന്വേഷിക്കാൻ തുടങ്ങി. ചാൻസ് തണ്ടുന്നത് മാത്രമല്ല, മറ്റു വഴികളിലും ടൊവിനോ സ്ക്രീനിലേക്ക് എത്താൻ ശ്രമിച്ചിരുന്നു. അതിലൊന്നാണ് ഷോർട്ട് ഫിലിംസ്. അങ്ങനെ അന്ന് ടൊവിനോ ചെയ്ത ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഷോർട്ട് ഫിലിംസ് മാത്രമല്ല, മോഡലിംഗും അന്ന് ടൊവിനോ ചെയ്തിരുന്നു. അങ്ങനെ ശ്രമങ്ങൾക്കൊടുവിൽ ആദ്യമായി അദ്ദേഹം സ്ക്രീനിലേക്ക് എത്തുന്നത് ഇന്ദുലേഖയുടെ പരസ്യത്തിലൂടെയാണ്. മുടി വെട്ടാൻ പോവല്ലേ, കമ്പനി ഇതല്ലെങ്കിൽ 100 എണ്ണം ഉണ്ട് വരെ. പിന്നീട് 2012 തൊട്ട് അദ്ദേഹം അത്രയും കാലം ആഗ്രഹിച്ചു നടന്ന ടൊവിനോയുടെ സിനിമ കരിയർ തുടങ്ങി. ആദ്യം അവസരം ലഭിച്ചത് പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമയിൽ ചെറിയ സീനിലായിരുന്നു. അതാരും ശ്രദ്ധിച്ചൊന്നുമില്ല. അതിനുശേഷം ചെറിയൊരു സീനിൽ ഓഗസ്റ്റ് ക്ലബ് എന്ന സിനിമയിൽ മുഖം കാണിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ സിനിമയും വിജയിച്ചില്ല. അതിനുശേഷമാണ് കരിയറിലെ ടേണിംഗ് പോയിന്റ് സംഭവിച്ചത്. ദുൽഖറിന്റെ തീവ്രം സിനിമ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ടൊവിനോ ആയിരുന്നു. ആ സിനിമയുടെ സെറ്റിൽ വെച്ച് ടൊവിനോയെ കണ്ട മാർട്ടിൻ പറക്കാട്ട് അടുത്തതായി ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഓഡീഷന് വരാൻ ടൊവിനോയോട് പറഞ്ഞു. ദുൽഖറിന്റെ തന്നെ ABCD എന്ന സിനിമയിലെ ഓഡീഷന് വേണ്ടി ടൊവിനോ വന്നു. മാർട്ടിൻ പറക്കാട്ട് മനസ്സിൽ കണ്ട വില്ലൻ ഒരു യുവ രാഷ്ട്രീയക്കാരനായിരുന്നു. അതിന് ടൊവിനോ പെർഫെക്റ്റ് ആകുമെന്ന് ആൾക്ക് തോന്നി. അങ്ങനെ ABCDയിലൂടെ തന്റെ ആദ്യത്തെ മെയിൻ റോൾ ടൊവിനോക്ക് ലഭിച്ചു. സിനിമ റിലീസായപ്പോൾ ടൊവിനോയുടെ റോള് നന്നായി ശ്രദ്ധിക്കപ്പെട്ടു. അതൊരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. ടൊവിനോ നല്ല വൃത്തിയിലെ ക്യാരക്ടർ ചെയ്യുകയും ചെയ്തു. വീട്ടുകാർ നൽകിയ 1 വർഷത്തിനുള്ളിലായിരുന്നു ഇത്രയൊക്കെ സംഭവിച്ചത്. അതിനുശേഷം പൃഥ്വിരാജിന്റെ 7th ഡേ എന്ന സിനിമയിലും അത്യാവശ്യം ജനപ്രീതി നേടിയ റോൾ ചെയ്തു. അതിനുശേഷമാണ് ആദ്യമായി ഒരു പ്രധാന കഥാപാത്രമായി ഒരു റോള് കിട്ടുന്നത്. ഭൂതറ എന്ന സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സിൽ ഒരാളായ തരുൺ മൂർത്തി എന്ന റോള്. പിന്നീട് കുറെ സിനിമകളിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് യൂട്യൂബ് റൂട്ടസിൽ ടൊവിനോ എന്ന പേരിൽ തന്നെ നല്ലൊരു ക്യാരക്ടർ കിട്ടി. ഇന്നും അതിലെ റഷീദ് ഖാൻ മീമ് പലർക്കും ഓർമ്മയുണ്ടാകും. എന്താ പോലെ ഇവിടെ ഇങ്ങനെ ഇങ്ങളെ പോലെ തൊടുത്ത സുന്ദര കുട്ടന്മാര് ഇങ്ങനെ പൊള്ളണ വെയിൽ ചെയ്യുന്ന കാർത്തു പോകുന്നു. പിന്നീട് കരിയറിനെ മൊത്തം മാറ്റിമറിച്ച ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന് നിന്റെ മൊയ്തീനിലെ അപ്പു. കഥ മൊയ്തീന്റെ ആയിരുന്നെങ്കിലും അപ്പുവിനെയും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഓഡിയൻസ് അന്ന് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സോളോ ഹീറോ എന്ന ലക്ഷ്യത്തിലേക്ക് ടൊവിനോ അടുത്തു തുടങ്ങി. അങ്ങനെ ചാർലിയിലെ കേമിയോ റോളിൽ വന്നിട്ട് പോലും അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ശേഷം 2016 ടൊവിനോയുടേതായി 4 സിനിമകൾ ഇറങ്ങി. മൺസൂൺ മാംഗോസ്, 2 പെൺകുട്ടികൾ ആൻഡ് ഗപ്പി. ഗപ്പിയിലൂടെ ആദ്യമായി ഒരു സോളോ ഹീറോ. ഇല്ലാത്തത് എങ്ങനെയാണ്? ഇനിയുള്ള 500 ഇതിവിടെ ഇരിക്കട്ടെ സാറേ. സാറാദ്യം പോയി ചേഞ്ച് വാങ്ങിച്ചിട്ടോ. ചായക്ക് എത്രയായി? 8. ബാക്കി 992 രൂപയ്ക്ക് കിങ്സ്. അത് തിയേറ്ററിൽ അത്ര വർക്ക് ആയില്ലെങ്കിലും പിന്നീട് ടിവിയിലും ഫോണിലും ഒക്കെ കണ്ട് എല്ലാവർക്കും സിനിമ പ്രിയപ്പെട്ടതായി. എടാ, ടൊവിനോ ആദ്യമായി ഹീറോ ആയി വന്ന സിനിമ മുതൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആളുടെ സിനിമയിലത്തെ പാട്ടുകളൊക്കെ അത്ര നൈസ് സാധനമായിരിക്കും. ഗപ്പിയിലെ തനിയെ മുതൽ ബാക്കി ഞാൻ വഴിയെ പറയാം. 2016 4ാമത്തെ സിനിമ സ്റ്റൈലായിരുന്നു. സിനിമയിലെ ഹീറോ ഉണ്ണിമുന്തൻ ആയിരുന്നെങ്കിലും കൂടുതൽ പേർക്കും ഇഷ്ടപ്പെട്ടത് ടൊവിനോ ചെയ്ത എഡ്ഗർ എന്ന വില്ലനെ ആയിരുന്നു. നല്ല സ്വാഗുള്ള കിടിലൻ ക്യാരക്ടർ അല്ലേ? ആയുധത്തിന്റെ മൂർച്ചയിലല്ല കാര്യം, അത് ഉപയോഗിക്കുന്ന രീതിയിലാണ്. അന്ന് മുതൽ ടൊവിനോക്ക് ഒരു ചെറിയ ഫാൻ ബേസും കേരളത്തിൽ രൂപപ്പെട്ടു തുടങ്ങി. ശേഷം അടുത്ത വർഷം 2017 5 സിനിമകൾ. ആദ്യമായി എസ്ര, പൃഥ്വിരാജിന് ശേഷം ഇമ്പോർട്ടന്റ് ആയ പോലീസ് ഓഫീസറുടെ റോള്. അതിനുശേഷമാണ് ടൊവിനോ യൂത്ത് ഓഡിയൻസിന്റെ ഇടയിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ചത്. ഒരു സോളോ ഹീറോ മൂവി, അതിൽ തന്നെ ഡബിൾ റോള്, ഒരു മെക്സിക്കൻ അപാരത.
അന്ന് യൂത്ത് പൊളിറ്റിക്കൽ മൂവീസ് ഒരു ട്രെൻഡായിരുന്നു. ആ ട്രെൻഡിൽ പല സിനിമകളും പരാജയപ്പെട്ടെങ്കിലും പക്ഷെ ടൊവിനോ മെക്സിക്കൻ ഭാരതിയിലൂടെ അന്നത്തെ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ഇഷ്ടം പിടിച്ചു പറ്റി. അതിനുശേഷം ബേസിൽ ജോസഫ് ഡയറക്ട് ചെയ്ത ടൊവിനോയുടെ കരിയർ ബെസ്റ്റിൽ ഒന്നായ ഗോദ, ആ സിനിമ എല്ലാ തരം ഓഡിയൻസിനും അത്രയധികം പ്രിയപ്പെട്ട ഒന്നായി മാറി. ഈവൻ മിന്നൽ മുരളിക്ക് അത്ര ഹൈപ്പ് കിട്ടാൻ പോലും ഒരു വലിയ കാരണം ഗോദയുടെ ഇമ്പാക്റ്റ് ആയിരുന്നു. അടുത്തത് വന്നത് ലോകയുടെ ഡയറക്ടറായ ഡൊമിനിക് കാരോണിന്റെ ആദ്യ സിനിമയായ തരംഗം. അന്നധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഇന്നും കാണാൻ പറ്റിയ ഒരു ഫൺ വാച്ച് പടം, അതാണ് തരംഗം. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂ, ഇഷ്ടമാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും അധികം ഫാൻ ഫോളോയിങ് ഉള്ള മാത്തൻ. മായാനദിയിലൂടെ വലിയൊരു ഫാൻ ഫോളോയിങ് തന്നെ ടൊവിനോക്ക് ലഭിച്ചു. ഈ ഫാൻസിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള സിനിമകളായിരുന്നു അപ്പോൾ ഇറങ്ങിയ മറഡോണയും തീവണ്ടിയും. തീവണ്ടി ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി. ടൊവിനോയുടെ കരിയറിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്ററും. തീവണ്ടി റിലീസ് ആകുമ്പോഴേക്കും ടൊവിനോ തോമസ് മൂവി എന്ന രീതിയിൽ തന്നെ ഒരു സിനിമയെ ഹൈപ്പ് ചെയ്യാൻ മാത്രമുള്ള ഒരു സ്റ്റാർഡം ടൊവിനോ അച്ചീവ് ചെയ്തിരുന്നു. പിന്നീട് എൻ്റെ ഉമ്മാന്റെ പേര്, ഒരു കുപ്രസിദ്ധ പയ്യൻ, ആൻഡ് ഓസ്കാർ ഗോസ് ടു, മാരി 2-ലൊരു വില്ലൻ വേഷം, അങ്ങനെ ഏവറേജ് അഭിപ്രായം കിട്ടിയ കുറച്ച് പടങ്ങൾക്ക് ശേഷം കുറെ ക്യാമിയോസ് ചെയ്തു. ലൂസിഫറിലെ ജതിൻ രാംദാസ് ആയി ക്യാമിയോ, ഉയരയിൽ വിശാൽ നായർ ആയിട്ടുള്ള ക്യാമിയോ, വൈറസ്, ആൻഡ് അടുത്ത ഒരു നല്ല ഹൈപ്പിൽ വന്ന മൂവി ലൂക്ക. ഇന്നും ഒരു സ്പെസിഫിക് ഫാൻ ബേസ് ലൂക്കക്ക് ഉണ്ട്. അതിന്റെ ശേഷം തിയേറ്ററിൽ ഫെയിലിയർ ആയെങ്കിലും അതിലൂടെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത കൽക്കി. കിടിലം BGM-ഉം ലുക്കും ഉണ്ടായിരുന്നു പടത്തിൽ. പക്ഷേ എന്തുകൊണ്ടോ പടം പൊട്ടി. അതിന്റെ ശേഷം എടക്കാട് ബറ്റാലിയനും ഫ്ലോപ്പായി. പിന്നെ വന്ന ഫോറൻസിക്കും ഒരു ഏവറേജ് മൂവി ആയിരുന്നു. അങ്ങനെ കരിയറിലെ ഒരു ഡൗൺഫോൾ ടൊവിനോക്ക് തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇറങ്ങിയത്. നല്ലൊരു സിനിമയായിരുന്നു അത്. ആ പടത്തിന് ശേഷം പിന്നീട് ടൊവിനോ ട്രാക്ക് മാറ്റാൻ തുടങ്ങി. തീവണ്ടി, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, എൻ്റെ ഉമ്മാന്റെ പേര്, അതുപോലത്തെ സിനിമകളൊക്കെ മാറ്റി ഒരു ആക്ഷൻ ഹീറോ ലേബലിലേക്ക് പതുക്കെ വളർന്നു. ആ ഒരു സമയത്ത് ഇറങ്ങിയ ഒരു കിടിലം പടമായിരുന്നു കള. ഇന്നും എടുത്ത് കണ്ടാൽ സെയിം ഇമ്പാക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള മേക്കിങ്ങിൽ വന്ന സിനിമ. കളയിലെ ടൊവിനോയുടെ ആക്ഷൻ സീൻസ് ഒക്കെ പ്രേക്ഷകർ നല്ല രീതിയിൽ അഭിനന്ദിച്ചിരുന്നു. പിന്നെ കാണേ എന്ന് പറഞ്ഞൊരു പടം വന്നു. അതിന്റെ ശേഷം ദുൽഖറിന്റെ കുറിപ്പിൽ ഒരു ക്യാമിയോ റോളും ചെയ്തു. ഈ ഹീറോ ആയി നിൽക്കുമ്പോഴും ക്യാമിയോസ് ചെയ്യാനുള്ള അങ്ങേരുടെ മൈൻഡ് സെറ്റ് ശരിക്കും അടിപൊളിയാണ്. ഇനി അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടൊവിനോയുടെ സിനിമയിലുള്ള പാട്ടുകളെ കുറിച്ച്, അതൊന്ന് വിശദമായി പറഞ്ഞുതരാം. ഇങ്ങനെന്നാലും എങ്ങനെയാണ് എല്ലാ കിടിലൻ സോങ്സിലെ മെയിൻ ലീഡായിട്ട് മാറുന്നത്. ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഗപ്പിയിലെ തനിയെ, തീവണ്ടിയിലെ ജീവാംശമായി, മറഡോണയിലെ നിലാപക്ഷി, ലൂക്കയിലെ നീയില്ല നേരം, മാൻ, മായാനദിയിലെ ദ ഹോൾ ആൽബം, തരംഗത്തിലെ മിന്നുന്നുണ്ടേ മുല്ല പോലെ, ഗോദയിലെ ആരോ നെഞ്ചിൽ, അല്ല ഗോദയിലെ ആൽബം മുഴുവനും എന്ത് കിടിലാടാ. എടക്കാട് ബറ്റാലിയനിലെ നീ ഹിമമഴയായി. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞ സിനിമകളിലെ പാട്ടുകളുടെ മാത്രം ലിസ്റ്റാണ്. ഇതിന്റെ ബാക്കി കൂടെ നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഓൾസോ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. സോ ബാക്ക് ടു ഹിസ് മൂവീസ്. ടൊവിനോയുടെ കരിയർ മൊത്തത്തിൽ മാറ്റിയ ഏറ്റവും ഹൈപ്പിൽ വന്ന മലയാള സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൂപ്പർ ഹീറോ മൂവി മിന്നൽ മുരളി. അൺഫോർച്ചുനേറ്റ്ലി തിയേറ്റർ റിലീസ് ആയില്ല. ആയിരുന്നതിൽ പല റെക്കോർഡുകളും മാറ്റി എഴുതാനും പുതിയ റെക്കോർഡ്സ് സൃഷ്ടിക്കാനും മിന്നൽ മുരളിക്ക് കഴിഞ്ഞേനെ. നിന്റെ ആ സമയം അവർക്ക് വേണ്ടി ജയിച്ചു. മിന്നൽ മുരളിയോട് കൂടി ടൊവിനോയുടെ ഫാൻ ബേസ് നല്ല ഹ്യൂജായി. ഒരു പാനിന്റെ റീച്ചും മിന്നൽ മുരളിയിലൂടെ ടൊവിനോക്ക് ചെറിയ രീതിയിലെങ്കിലും ലഭിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ബാക്ക് ടു ബാക്ക് ഫ്ലോപ്സ് ആയിരുന്നു. ഇവൻ തോ ചിലതൊക്കെ നല്ല സിനിമകൾ തന്നെ ആയിരുന്നെങ്കിലും, നാരദൻ, ഡിയർ ഫ്രണ്ട്, വാശി, വഴക്ക്. പക്ഷേ ഈ ഫ്ലോപ്സിന്റെ എല്ലാം കണക്ക് മൂപ്പര് ഒറ്റ പടം കൊണ്ട് അങ്ങ് തീർത്തു. ഖാലിദ് റഹ്മാന്റെ ഡയറക്ഷനിൽ വന്ന തല്ലുമാല. മണവാളൻ വസീം. ഇന്നും മണവാളൻ വസീം എന്ന ക്യാരക്ടറിന്റെ ഫാൻ ബേസ് നല്ല വലുതാണ്. ട്രെയിലർ തന്ന ഹൈപ്പിനോട് 100% നീതി പുലർത്തിയ കിടിലം അടിപ്പടം അതായിരുന്നു തല്ലുമാല. പിന്നെ നീലവെളിച്ചം എന്ന സിനിമയ്ക്ക് ശേഷം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു 2018. മൾട്ടി സ്റ്റാറർ മൂവി ആയിരുന്നെങ്കിലും ടൊവിനോയുടെ റോള് തന്നെയായിരുന്നു അതിലെ മെയിൻ ക്യാരക്ടർ. ആൻഡ് പിന്നെ അദൃശ്യജാലകങ്ങൾ എന്ന പെർഫോമൻസ് ഓറിയന്റഡ് സിനിമയിൽ കിടിലം പെർഫോമൻസും കാഴ്ചവെച്ചു. അങ്ങനെ 2024 അന്വേഷിപ്പിൻ കണ്ടെത്തും, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ഭ്രമയുഗം
എന്നീ സിനിമകളുടെ കൂടെ റിലീസായിട്ട് പോലും ഹിറ്റടിച്ചു. ദെൻ നല്ല ഹൈപ്പിൽ വന്ന തിയേറ്ററിൽ ഫ്ലോപ്പായ OTTയിൽ ഇറങ്ങി നല്ലൊരു റെസ്പോൺസ് ലഭിച്ച നടികർ. എന്തൊക്കെ പറഞ്ഞാലും ഇതിലത്തെ ലുക്സൊക്കെ സീനായിരുന്നു. ആൻഡ് പിന്നെ കരിയറിലെ ബിഗ് ബ്രേക്ക് ത്രൂ അജയന്റെ 2ാം മോഷണം, ടൊവിനോയുടെ ആദ്യത്തെ സോളോ 100 കോടി. അതിലെ 3 റോൾസും നല്ല വെടിപ്പായിട്ട് തന്നെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. സൂര്യൻ പൊട്ടി താഴെ വീണാൽ വെള്ളിയറാവാത്തൊരു കഥയാവും. കഴിഞ്ഞ വർഷം 2025 ഐഡന്റിറ്റി, എമ്പുരാൻ, നരിവേട്ട, മരണമാസിലെ കിടിലൻ ക്യാമിയോ, അതൊക്കെ ചെയ്ത് ഒരു നോർമൽ ഗ്രാഫിലൂടെ പോകുമ്പോഴാണ് ലോകയിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ചാത്തനായി വന്ന് പടം തൂക്കിയത്. തൂക്കി ഇൻ ദ സെൻസ് ഓൾറെഡി നൈസായിട്ട് പോകുന്ന പടത്തിന്റെ ഗ്രാഫ് പിന്നെ അടിച്ച് മേലോട്ട് കയറ്റി. ഫാൻസ് എല്ലാവരും ഇപ്പോൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ചാത്തന്റെ 2ാം വരവിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഈ ഒരു വർഷം 2026 അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങാനുള്ള സിനിമകളാണ് പള്ളിച്ചട്ടമ്പി, അവറാൻ, തന്തവൈബ്, പിന്നെ ബേസിലും ടൊവിനോയും ഒരുമിച്ച് വരുന്ന അതിരടി, ലോക ചാപ്റ്റർ 2. നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയി വെയിറ്റ് ചെയ്യുന്നത് ഏത് സിനിമക്കാണ്? ഒരു സാധാരണക്കാരനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന ടൊവിനോ തോമസിന് ഇത്രയും വലിയ സ്റ്റാർഡം അച്ചീവ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എത്ര വലുതാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താൽ അതിലേക്ക് ഉറപ്പായി നിങ്ങൾക്ക് എത്താനാകും. അദ്ദേഹം ജോലി റിസൈൻ ചെയ്യാനുള്ള റിസ്ക് എടുത്ത് കൊച്ചിയിൽ പോയി ചേട്ടൻ്റെ ചിലവിൽ ജീവിച്ച് പോർട്ട്ഫോളിയോക്ക് വേണ്ടി സ്വന്തമായി ഷോർട്ട് ഫിലിംസ് ചെയ്ത് ചിലവിലുള്ള ക്യാഷിന് വേണ്ടി ഇതിൻ്റെ കൂടെ തന്നെ മോഡലിങ്ങും ചെയ്ത് ഒപ്പം ചാൻസുകൾക്ക് വേണ്ടി തെണ്ടി നടന്നിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു നിലയിലെത്തിയത്. ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഞാൻ ചേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല, എൻ്റെ അക്കൗണ്ടിൽ 100 രൂപ പോലും ഇല്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടേക്ക് കെയർ.